എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അടുത്ത് നിൽക്കുന്നത് ആരാന്ന് നിനക്കറിയാവോ? അടുത്ത് നിൽക്കുന്ന അലീനയാട്ടോ. എന്നിട്ട് പറയും, ഈ നിൽക്കുന്നത് ആരാണ് എന്ന് നിനക്കറിയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, ഇവിടുത്തെ സെർവൻ്റ് ആണ് എന്ന്. അന്നേരം അവൾ ഇവിടുത്തെ സെർവൻ്റ് ഒന്നുമല്ല, നിനക്ക് ആഗ്ര കണ്ടോൺമെൻറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുവാണ്, അവിടെ നീ എല്ലാം കൊണ്ടും എല്ലാം കൊടുത്ത് സ്നേഹിച്ച ഒരു ആളുണ്ടായിരുന്നു, സ്റ്റാൻലി, കേരള സ്റ്റാൻലി, നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതെയും നിന്ന് വിറയ്ക്കും കേട്ടോ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൊടുത്തു സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളും ഉണ്ട്. അങ്ങനെ നീ എല്ലാം കൊടുത്ത് സ്നേഹിച്ചപ്പോൾ കിട്ടിയ ചില സമ്മാനങ്ങളുടെ കൂടെ നീ നെയ്യാറ്റിൻകരയിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. ആ പെൺകുഞ്ഞാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുന്നതേക്കും വൈജയന്തി ഇങ്ങനെ ഞെട്ടി നോക്കുക കേട്ടോ അലീനയുടെ മുഖത്തേക്ക്. അലീനയും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. അന്തേക്കും വൈജയന്തിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വൈജയന്തി അലീനയുടെ മുഖത്തേക്ക്. അലീനയുടെ മുഖത്ത് അമ്മ തിരിച്ചറിഞ്ഞ ഒരു ഭാവമൊക്കെ വരുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് തോക്ക് ചൂണ്ടി പിടിച്ചിട്ട് ആ തോക്ക് കൊണ്ട് തന്നെ മുഖം ഇങ്ങോട്ട് തിരിപ്പിക്കുക. എന്നിട്ട് പറയും, നീ ഒരുപാട് അങ്ങോട്ട് നോക്കണ്ട. ഇത്രയും നാളും നിൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ നീ കാണാതിരുന്ന ഒരു കാഴ്ചയും ഇനി കാണണ്ട. ഇത്രയും നേരം ഇവിടെ നടന്നത് വിചാരണയാണ്, ഇനി ശിക്ഷയാണ് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറയും. എന്നിട്ട് ആ തോക്കെടുത്ത് അലീനയുടെ നേരെ ചൂണ്ടും. എന്നിട്ട് പറയുവാണ്, നിനക്കറിയായിരുന്നല്ലോ ഇത് നിൻ്റെ അമ്മയാണ് എന്ന് നിനക്കറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അറിയായിരുന്നു എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തിൽ പറയുവാണ്, അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് അഭിനയിച്ചു, അതിന് നിനക്കും ശിക്ഷയുണ്ട്, നിന്നെയും ഞാൻ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞ് തോക്ക് ചൂണ്ടുന്നേക്കും അലീന ഇങ്ങനെ വിറച്ച് നിൽക്കുക കേട്ടോ. അന്നേരം വീണ്ടും വൈജയന്തിയുടെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഇത് നീ മരിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു ഈ നിൽക്കുന്നത് ആരാണ് എന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് ഞാൻ ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നു. അന്നേരം അമ്മയെ എന്ന് വിളിച്ച് ഉറക്കെ കരയുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബാലേന്ദ്രൻ ഓർത്താട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അത്രത്തോളം ദേഷ്യമുണ്ട് ബാലേന്ദ്രൻ്റെ മനസ്സിൽ, അതാണ് കാണിച്ചത്. ഏതായാലും ഇതിന് ശേഷം ബാലേന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ബാഗിൽ നിന്ന് വീണ്ടും മദ്യപിക്കാനായിട്ട് കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് ആ കുപ്പിയായിട്ട് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. അവിടെ പോയി കുപ്പി വയ്ക്കുന്നു. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കുവാണ്. അപ്പോൾ ഇത് കാണുന്ന അലീനയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ബാലേന്ദ്രൻ ഇത്രയും നാളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് അലീനയ്ക്ക്. അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ബാലേന്ദ്രൻ സാറ് വന്നു എന്ന്. അവൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, വന്നു, പക്ഷെ പോയ പോലെ ഒന്നും അല്ല, തിരിച്ചു വന്നത് വേറെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് മദ്യപിക്കുവാണ്, ഹാളിൽ ഇരുന്നതെന്ന് പറയും. അന്നേരം മദ്യപിക്കുവാണോ ബാലേന്ദ്രൻ? അവൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ, എന്തോ കുഴപ്പമുണ്ട് മുത്തശ്ശി എന്ന് പറയും. അന്നേരം നീ ഒരു കാര്യം ചെയ്യേ, ബാലേന്ദ്രനോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുമ്പം അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ല, അവനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല, നീ പോയി അവനോട് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അന്നേരം മടിയാണ് അലീനയ്ക്ക് പോകാൻ. കാരണം അലീനയ്ക്ക് ഭയങ്കര പേടി, ആ ഒരു രൗദ്രഭാവത്തിലുള്ള ആ മുഖമൊക്കെ ഒന്ന് കണ്ടതാണല്ലോ. ഏതായാലും പേടിച്ച് അലീന ബാലേന്ദ്രൻ്റെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ബാലേന്ദ്രൻ അവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക. അന്നേരം സാർ എന്ന് വിളിക്കുമ്പോൾ, സാറോ? ആര്? ഞാനോ? എന്നെയാണോ സാറേ എന്ന് വിളിച്ചത് ചോദിക്കുമ്പം ഇങ്ങനെ പേടിച്ച് നിന്നിട്ട്, മുത്തശ്ശി ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം കാണാൻ, എനിക്ക് മനസ്സിലായി, മുത്തശ്ശി അല്ലേ, ഏതായാലും ഞാൻ വരുന്നില്ല, എനിക്ക് ഇത്തിരി തിരക്കാന്നങ്ങ് പറഞ്ഞേരേ എന്ന് പറയും. അന്നേരം അലീന പിന്നെയും പേടിച്ച് ഒന്ന് അങ്ങോട്ട് ചെല്ലാവോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും, എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ് കുടിച്ച് കാലിയാക്കിയിട്ട് പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല, ആ മാതിരി പൂസായി, ഇങ്ങനെ മദ്യപിച്ച് ലെക്ക് കിട്ട അവസ്ഥയിലാണ്. നേരെ മുത്തശ്ശിയുടെ റൂമിൽ പോയി നിൽക്കുന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ മുഖമൊക്കെ ഇങ്ങ് ഒത്തിരി പ്രായമായ പോലെ ആയിപ്പോയി 2 ദിവസം കൊണ്ട്, ആ ടെൻഷൻ അടിച്ചടിച്ച്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാലേന്ദ്രൻ നിനക്ക് പറ്റിയത്? നിന്നെ കണ്ടാൽ നിനക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം, ഇനി ഒന്നും പറ്റാനുള്ളതൊക്കെ പറ്റിയിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് അവിടെ നിന്നിട്ട് അങ്ങ് ഇറങ്ങി പോവുക. അന്നേരം മുത്തശ്ശി ഇങ്ങനെ അന്തിച്ച് നോക്കുക കേട്ടോ. കാരണം ബാലേന്ദ്രനെ ഈ രീതിയിൽ മുത്തശ്ശി ഇതുവരെ കണ്ടിട്ടില്ല. ഈ രീതിയിലൊന്നും ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കിടക്കുന്നു. ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, ഞാൻ ഇന്ന് വരെ അവനെ ഈ രീതിയിൽ കണ്ടിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട് മോളെ എന്നിങ്ങനെ പറയുവാണ്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ബാലേന്ദ്രൻ ഹാളിൽ ചെന്ന് ആ കുപ്പി എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അന്തേക്കും ആകെ ടെൻഷനാണ് അലീനയ്ക്ക്. അലീന പറയുന്നുണ്ട്, സാറ് ഇനിയും റൂമിൽ പോയിരുന്നു കുടിക്കാൻ പോകാമെന്നാണ് തോന്നുന്നത്, ഇനി എന്താ ചെയ്യുന്നത് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇനിയും കുടിച്ച് ശരിയാകിയല്ലോ മോളെ എന്ന് പറയും. അന്നേരം അലീന, ഞാൻ മേഡത്തെ വിളിക്കട്ടെ
വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, നീ ഒരു കാര്യം ചെയ്യുക, മനുവിനെ വിളിക്കുക, മനു വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കേൾക്കും, അതുകൊണ്ട് പെട്ടെന്ന് മനുവിനെ വിളിച്ച് പറയാമെന്ന് പറയും. അങ്ങനെ അലീന ഫോൺ എടുത്ത് മനുവിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുക. അന്നേരം ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി അവിടെ ഇരിക്കുന്ന വെള്ളം ഒഴിച്ച് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ തളർന്നു പോയി, പിന്നെയും കഴിക്കുവാണ്. ഏതായാലും മനുവിനെ വിളിച്ച് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അലീന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് റൂമിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കണം എന്നൊക്കെ ഉണ്ട്. റൂം പയ്യെ ചാരി ഇട്ടിട്ടുള്ളൂ. അലീന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷനോടെ നടക്കുക കേട്ടോ, ബാലേന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത്. കാരണം അമ്മാതിരി കുടിയല്ലേ കുടിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ശബ്ദം കേൾക്കുന്നത് റൂമിൽ നിന്ന്. ഓടി അലീന ആ റൂമിലേക്ക് ചെല്ലുമ്പം കാണുന്നത് തറയിൽ കിടക്കുന്ന ബാലേന്ദ്രനെയാണ്. അന്നേരം ഓടി വന്ന അലീന സാറേന്ന് പറഞ്ഞ് കുറേ വിളിക്കും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് മുഖത്ത് തളിക്കും. എന്നിട്ടും ബോധം വരുന്നില്ല. അന്നേരം അലീന പൾസ് നോക്കുന്നുണ്ട്. പൾസ് കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് CPR ഒക്കെ കൊടുക്കും. അതിന് ശേഷം ഓടി മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ബാലേന്ദ്രൻ സാറ് വീണു എന്ന്. അന്നേരം എങ്ങനെ വീണു എന്ന്, എന്ത് സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പം സ്ട്രോക്ക് ആണോ എന്ന് സംശയമുണ്ട്, അറ്റാക്ക് ആണോ എന്ന് സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും ആകെ ടെൻഷൻ. ഏതായാലും ഫോൺ എടുക്കുന്നു. നേരെ അലീന ആംബുലൻസിന് വിളിച്ച് പറയുവാണ് ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടറും നേഴ്സും സഹിതം വന്നം, ഞാൻ അത്യാവശ്യം CPR കൊടുത്തിട്ടുണ്ടാവും, എന്നാലും പെട്ടെന്ന് വന്നം എന്നൊക്കെ പറഞ്ഞ് നേഴ്സിനെ വിളിച്ച് പറയുന്നു, ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയുന്നു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ശർമ്മ ഡോക്ടർ ഉണ്ടല്ലോ, മുത്തശ്ശി പറയും ശർമ്മ ഡോക്ടറിനെ കൂടെ ഒന്ന് വിളിച്ച് പറയാൻ. അങ്ങനെ ഡോക്ടറോടും വിളിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് വന്നം, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലാണ്ടോ, പെട്ടെന്ന് വന്നം ഡോക്ടറെ വിളിച്ച് പറയുന്നു. നേരെ അത് കഴിഞ്ഞ് മനുവിനെ വിളിക്കുവാണ്. മനുവിനെ വിളിക്കുമ്പോഴത്തേക്കും ഫോൺ എടുക്കാൻ റിങ് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുക്കുമല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് എടുക്കും മനുവേട്ട അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അലീന. ഏതായാലും മനു ഫോൺ എടുക്കുന്നത് കാര്യം പറയുമ്പോൾ വീണോ, എന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് പറയുന്നുണ്ട് സ്ട്രോക്കാണെന്നാണ് തോന്നുന്നു, ഞാൻ CPR കൊടുത്തു, മനുവേട്ടൻ പെട്ടെന്ന് വന്നെ, ഞാൻ ആംബുലൻസിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുവേട്ടനോട് വന്നിട്ടോ എന്ന് പറയുമ്പം ഞാൻ വരുന്നത് വരെ അങ്കിളിൻ്റെ അടുത്ത് നീ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നു. എന്നിട്ട് മനുവും അവിടുന്ന് പോരുവാണ്. അത് കഴിഞ്ഞ് വൈജയന്തിയെ വിളിച്ച് പറയുന്നുണ്ട്. അതിനെ വിളിച്ച് പറയുവാണ്, സാറ് വീട്ടിൽ വന്നു, ഇപ്പോൾ വീണു, എന്താ പറ്റിയതെന്ന് അറിയത്തില്ല, ഞാൻ ആംബുലൻസിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് 100 ചോദ്യമാണ്. ബാലേന്ദ്രൻ എപ്പോൾ വന്നു, എങ്ങനെ വീണു, എന്താ സംഭവിച്ചത്. അന്നേരം അലീന അതിനൊന്നും മറുപടി പറയുന്നില്ല. എല്ലാം ഇവിടെ വന്നിട്ട് മാഡം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അന്നത്തേക്കും ശർമ്മ ഡോക്ടർ വരുന്ന കാണും. ഓടി ശർമ്മ ഡോക്ടറെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട് സാറ് കുഴഞ്ഞു വീണു, വയ്യാണ്ട് ആ റൂമിൽ കിടക്കുവാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് നീ CPR കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ CPR ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ശർമ്മ ഡോക്ടറും അലീനയും കൂടെ അകത്തോട്ട് കയറി ചെല്ലുവാണ്. അന്നത്തേക്കും ആംബുലൻസ് വരുന്നു. ആംബുലൻസ് വന്ന് നിന്ന് ഡോക്ടറൊക്കെ അകത്തേക്ക് വരുന്നു, നേഴ്സൊക്കെ വന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കൊണ്ട് പുറത്തേക്ക് അവർ ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. ഈ സമയമല്ല അവിടെ കിടന്ന് വെപ്രാളപ്പെടുക കേട്ടോ. മുത്തശ്ശി എന്ത് ചെയ്യാൻ പറ്റും, കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല, എന്താണ് ഇപ്പോഴത്തെ സംഭവിക്കുന്നത് എന്ന് കാണാൻ പോലും പറ്റില്ല. ആകെ ടെൻഷനോടെ ഇരിക്കുന്ന മുത്തശ്ശിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വൈജയന്തി ടെൻഷൻ അടിച്ച് വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് വരുന്നതും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതായാലും ആപത്തൊന്നും ഉണ്ടാകാതെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അന്നേരം പുറത്ത് വൈജയന്തിയും അലീനയും മനുവും ഉണ്ട്. അന്നേരം വൈജയന്തിയുടെ ചൊറിച്ചിലിന് കുറവൊന്നുമില്ല. വൈജയന്തി ചോദിക്കുകയാണ് മനുവിനോട്, ഇവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അവൾ ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നതെന്ന്. എന്നിട്ട് മനു അലീനയുടെ കയ്യെ പിടിച്ചുകൊണ്ടെങ്കിൽ പോരുവാണ്. അതൊന്നും നമ്മുടെ വൈജയന്തിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും വൈകിട്ട് ബാലേന്ദ്രനെ കാണാൻ വേണ്ടി കൃഷ്ണമോൾ റൂമിൽ കയറും, ICU കയറും. എന്നിട്ട് അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ നെഞ്ചി കുത്തിവെച്ചിരുന്ന സാധനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന ദേഷ്യപ്പെട്ട് അവിടുന്ന് എല്ലാം കൈ കുത്തിരുന്ന സകല സാധനങ്ങളും വലിച്ചെറിഞ്ഞ് കളയുവാണ് ബാലേന്ദ്രൻ. അത്രത്തോളം ദേഷ്യമാണ് ബാലേന്ദ്രൻ ഇപ്പം വൈജയന്തിയോട്. എന്തായാലും ഇതൊക്കെ പ്രൊമോ ആയിട്ടും കാണിക്കുന്നുണ്ടായിരുന്നു.